രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ 244 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഡ്രില്ലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 244 ജില്ലകളിൽ ഇപ്പോൾ മോക്ക് ഡ്രിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്രമണ സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു മോക്ക് ഡ്രില്ലിലേക്ക് കടക്കുന്നത്. 1971 യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് ഇങ്ങനെയുള്ള ബ്ലാക്ക് ഔട്ട്സ്, ഇവാക്വേഷൻസ് ഇതെല്ലാം നടത്തുന്നത്. ഇപ്പോൾ മോക്ക് ഡ്രിൽ കേരളത്തിലടക്കം തുടരുകയാണ്. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായിട്ടാണ് മോക്ക് ഡ്രിൽ നടക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ റിനു ശ്രീധർ പങ്കുവച്ചുകൊണ്ടിരുന്നത്. ചീഫ് സെക്രട്ടറി എ ജയതിലകന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. യുദ്ധമുണ്ടായാൽ, വ്യോമാക്രമണം ഉണ്ടായാൽ അതിന് ജനങ്ങൾ കൂടി സജ്ജരായി നിൽക്കേണ്ടതുണ്ട്. സ്വയം പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. എയർ റെയ്ഡ് വാർണിംഗ് സംവിധാനമടക്കം നടപ്പാക്കുകയാണ്. കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് പ്രധാനമായും എയർ റെയ്ഡ് വാർണിംഗ് നൽകിയിരിക്കുന്നത്. വ്യോമസേനയാണ് വിവിധ ഇടങ്ങളിലെ കൺട്രോൾ റൂമുകളിലേക്ക് സന്ദേശം നൽകുക. ശത്രുരാജ്യം വ്യോമാക്രമണം നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് വ്യോമസേന കൈമാറുക. അതിനുശേഷം സിവിൽ സമൂഹം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതാണ് ഈ മോക്ക് ഡ്രില്ലിലൂടെ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. 4 മണിക്കാണ് ഈ മോക്ക് ഡ്രിൽ ആരംഭിച്ചത്. എയർ റെയ്ഡ് വാർണിംഗ് സൈറനാണ് വന്നത്. അതിനുശേഷം സിവിൽ ഡിഫൻസ് സംവിധാനം സജീവമാക്കുന്നതിനായിട്ടുള്ള മോക്ക് ഡ്രിൽ ഇപ്പോൾ തുടരുകയാണ്. എസ് എസ് ശരൺ നമുക്കൊപ്പം ചേരുന്നു. എസ് എസ് ശരൺ, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? മോക്ക് ഡ്രിൽ കൃത്യമായ സിവിൽ ഡിഫൻസ് പ്രതിരോധ സംവിധാനത്തിനായി എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്? സുജിയ, നമ്മൾ കാണുന്നത് മറൈൻ ഡ്രൈവിലെ മോക്ക് ഡ്രില്ലാണ്. കൃത്യം 4:02 കൂടി തന്നെ ഇവിടെ മോക്ക് ഡ്രിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടാമെന്നുള്ള അവബോധമാണ് ജനങ്ങൾക്കിടയിൽ. അത്തരത്തിൽ അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മോക്ക് ഡ്രിൽ നടക്കുന്നത്. 4:02 കൂടി 30 സെക്കൻഡ് വീതമുള്ള അപായ മുന്നറിയിപ്പ് 3 തവണ മുഴങ്ങിയിരുന്നു. ഇനി 4:28 ആവുമ്പോഴേക്കും ഒരു സുരക്ഷിതമായ സൈറൻ മുഴങ്ങും. അതോടുകൂടിയാണ് മോക്ക് ഡ്രിൽ അവസാനിക്കുക. എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് 2 ഭാഗത്തേക്കും, അതായത് അപായ മുന്നറിയിപ്പുള്ള ആ സൈറൻ മുഴങ്ങിയോടുകൂടി തന്നെ 2 ഭാഗത്തേക്കും ആളുകളെ മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. 2 വശങ്ങളായിട്ട് ആളുകൾ നിൽക്കുന്നുണ്ട്. നേരത്തെ പ്രധാനമായും കൂടി ചേരുന്നുണ്ട്. ലേബി സജീന്ദ്രൻ, ആൾത്തിരക്കുള്ള പ്രദേശങ്ങൾ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും കൊച്ചിയിലും കൂടുതൽ ജാഗ്രത വേണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലുലു മാൾ അടക്കമുള്ള ഇടങ്ങളിൽ പൊതുജനങ്ങളൊക്കെ, കടകളുടമകളൊക്കെ സഹകരിക്കുന്നുണ്ടോ പൂർണ്ണമായും ഈ മോക്ക് ഡ്രില്ലിനോട്? തീർച്ചയായും സുജയ, ലുലുമാളിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നൊരു സ്ഥലം, കൂടുതൽ ആളുകൾ എത്തുന്നൊരു സ്ഥലം. അതുകൊണ്ട് തന്നെയാണ് ലുലുമാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ മോക്ക് ഡ്രിൽ ഇവിടെ നടത്തുന്നത്. ലുലുമാൾ മാത്രമല്ല, പ്രധാനപ്പെട്ട എല്ലാ കടകൾ കേന്ദ്രീകരിച്ച് മെട്രോ സ്റ്റേഷൻ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കൊച്ചി കോർപ്പറേഷൻ, നഗരസഭകളൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ലുലുമാളിലേക്ക് 4 മണിക്ക് തന്നെ മോക്ക് ഡ്രില്ലിന്റെ ആദ്യ സൈറൻ മുഴങ്ങി. ആ സമയത്ത് തന്നെ എല്ലാവരും അകത്തേക്ക് മാറി നിന്ന് ഇതിന്റെ ഒരു ജാഗ്രത പാലിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഒരു പരിമിതി, ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന്റെ ഒരു പരിമിതി, ഇവിടെ എല്ലാ ലൈറ്റുകളും അണച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ ഇൻവെർട്ടർ വർക്ക് ചെയ്യും. അതുകൊണ്ടുള്ള പരിമിതികൾ ചില കടകൾക്കുണ്ടായിരുന്നു. എങ്കിലും ബാക്കി എല്ലാ താഴെ നിലയിലുള്ള എല്ലാ കടകളും അടച്ചുകൊണ്ടാണ് എല്ലാവരും ജാഗ്രതയോടുകൂടി അകത്തേക്ക് കയറി നിൽക്കുന്ന ദൃശ്യമായിരുന്നു. എറണാകുളം ഗസ്റ്റ് ഹൗസ്. കൊച്ചി കളക്ടറേറ്റിലേക്ക് ഒന്ന് പോകണം. സജോ ദേവസ്യയുണ്ട്. സജോ ദേവസ്യ, സിവിൽ ഡിഫൻസ് ബ്ലാക്ക് ഔട്ട് നിർദ്ദേശങ്ങൾ പൂർണ്ണമായും കളക്ടറേറ്റിൽ നിന്ന്, കളക്ടറുടെ നേതൃത്വത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കേണ്ടത്. കളക്ടറേറ്റിലും പരിസരത്തുമൊക്കെ ഈ മോക്ക് ഡ്രിൽ ഇപ്പോൾ നടപ്പാക്കുകയാണോ സജോ? സുജയ, ഇപ്പോൾ കളക്ടറേറ്റിൽ മോക്ക് ഡ്രിൽ പുരോഗമിക്കുകയാണ്. ഇത് ബ്ലാക്ക് ഔട്ട് ടൈമാണ് പ്രധാനമായും. അതായത് ഇവിടെ ഇപ്പോൾ നേരത്തെ തന്നെ സൈറൻ മുഴങ്ങിയ മുന്നറിയിപ്പ് പ്രകാരം സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് സജ്ജമായിരുന്നു. ഒപ്പം ആംബുലൻസുകളും മെഡിക്കൽ സൗകര്യങ്ങളും ക്രമീകരിച്ചിരുന്നു. അതായത് പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ച് ഈ മോക്ക് ഡ്രില്ലിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നാവികാസ്ഥാനത്ത്, കൊച്ചി ദക്ഷിണ നാവികാസ്ഥാനത്തു നിന്നുള്ള സന്ദേശം എന്ന നിലയ്ക്ക് എയർ സ്ട്രൈക്ക് മുന്നറിയിപ്പ് എന്ന നിലയ്ക്കുള്ള സന്ദേശമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരിക. അതായത് വ്യോമാക്രമണ സാധ്യതയുടെ മുന്നറിയിപ്പും അതിനുള്ള മുന്നൊരുക്കവും പരിശീലിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കൊച്ചി ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള ഒരു പരിശീലനമാണ് നടക്കുന്നത് എന്നതാണ് കൊച്ചിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. അതായത് വിവിധയിടങ്ങളിൽ രാജ്യത്തെമ്പാടും നടക്കുമ്പോഴും കൊച്ചിയുടെ ഒരു പ്രത്യേകത കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയുകയാണ്. അങ്ങനെ ദക്ഷിണ നാവികാസ്ഥാനത്ത് നിന്നുള്ളൊരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്കാണ് എല്ലാ ഇടങ്ങളിലും യഥാർത്ഥത്തിൽ സിവിൽ ഡിഫൻസിന്റെ അടക്കം ഈ മോക്ക് ഡ്രിൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു മുന്നറിയിപ്പായി വീടുകളിലും സ്വീകരിക്കേണ്ട ക്രമീകരണങ്ങളുണ്ട്. രാജ്യത്തുടനീളം ഇപ്പോൾ മോക്ക് ഡ്രിൽ നടക്കുകയാണ്.